വലിയ വിലക്ക് വലിയ തോതിൽ പാർട്ടി ഉണ്ടാക്കിയിരുന്ന വലിയ ഒരു ബാരിക്കേഡ് തന്നെ പാർട്ടി സൃഷ്ടിച്ചിരുന്നു. അതിൽ ഏറ്റവും സൃഷ്ടിച്ചിരുന്നത് പാർട്ടി അംഗങ്ങളോ ഭാരവാഹികളോ ഒന്നും തന്നെ ഈ പരിപാടിയിലേക്ക് എത്തരുത് എന്നായിരുന്നു പാർട്ടി ജില്ലാ നേതൃത്വമൊക്കെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ പാർട്ടി അംഗങ്ങൾ വരെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹികൾ വരെ യൂണിറ്റ് സെക്രട്ടറികൾ വരെ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ എവിടെ നിന്നാണ് വരുന്നത്? പാർട്ടി പ്രവർത്തിക്കുന്ന അല്ലല്ല, അൻവറിനെ സ്നേഹിച്ചു വരാം. അൻവറിനെ സ്നേഹിച്ചു വരാണ്. എന്താണ് അൻവർ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം? അൻവർ സത്യം പറയുന്നുണ്ട്, ഇപ്പോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനം എന്തായാലും അല്പസമയത്തകം പി വി അൻവർ വേദിയിലേക്ക് എത്താൻ പോകുന്നു. അതിൻ്റെ ഒരു ആവേശത്തിലാണ്, അൻവറെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ് ഇവിടെ ആളുകൾ നിൽക്കുന്നത്. നമുക്ക് പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ വലിയ ആൾക്കൂട്ടങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ആഘോഷത്തോടെ മുദ്രാവാക്യം വിളികളോട് തന്നെ അൻവറെ സ്വീകരിക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്നു. പക്ഷേ ഇതിന് ഇനി എങ്ങനെ CPM പ്രതിരോധിക്കും? അവിടെയാണ് ഇനി ഉയർന്ന ചോദ്യം. കാരണം അൻവർ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയമായിട്ട് വിജയിച്ചു കഴിഞ്ഞിരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ MLA അൻവർ കി ജയ്. അൻവറാണ് ഞങ്ങളുടെ ധീരനായ MLA. ഞങ്ങളുടെ വണ്ടൂർ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. അൻവർ ജയിച്ചപ്പോ 8 വർഷത്തിന് മുന്നേ ജയിച്ചപ്പോ ഞങ്ങൾ ഇവിടെ ആഹ്ലാദിച്ച് പ്രകടനം നടത്തിയ ആളുകളാണ്. ഇപ്പൊ പാർട്ടിന്റെ ഒപ്പാണ്, അൻവറിന്റെ ഒപ്പാണ്. ഇപ്പൊ അൻവറിന്റെ ഒപ്പാണ്, പാർട്ടിന്റെ ഒപ്പമല്ല. അൻവർ സത്യത്തിന്റെ ഒപ്പാണ്, അൻവറിന്റെ ഒപ്പമല്ല, സത്യത്തിന്റെ ഒപ്പാണ് ഞങ്ങൾ. അൻവർ സത്യത്തിന്റെ ഒപ്പാണ്. അപ്പൊ അൻവറിന്റെ കൂടെയാണ് ഞങ്ങളുള്ളത്. അതാണ് ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അഥവാ പാർട്ടിയിൽ പ്രവർത്തിച്ചെന്നവർ കഴിഞ്ഞ തവണ പി വി അൻവർ നമുക്ക് വരുന്നുണ്ട്. രഞ്ജിത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്.